ഹലോ എവരിവൺ, നമ്മൾ ഓൾറെഡി മൾട്ടി സ്റ്റേജ് ആൻഡ് കമ്പൈനിങ് നെറ്റ്വർക്ക്സിനെ പറ്റി ഒരു ഓവർവ്യൂ നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്കായ ഒമേഗ നെറ്റ്വർക്കിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക്സ് ആണ്. ഒമേഗ നെറ്റ്വർക്കിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ഉറപ്പായും പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒരു അടുത്ത മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്കാണ് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക്. ഇപ്പോൾ മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ടാകും. നമുക്ക് ലാർജർ മൾട്ടിപ്ലക്സർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്സ് കൊണ്ടുവന്നത് തന്നെ. സോ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബട്ടർഫ്ലൈ നെറ്റ്വർക്കിൽ റൗട്ടിംഗ് ആണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. ബിക്കോസ് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ടാസ്ക്കാണ്. ഒത്തിരി കണക്ഷൻസ് വരും. അത് ഒരു 64 ഇൻപുട്ട് ബട്ടർഫ്ലൈ നെറ്റ്വർക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കുന്നില്ല. അതിൻ്റെ അകത്ത് റൗട്ടിംഗ് എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസംസ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതേ നോക്കുന്നുള്ളൂ. സോ എന്താണ് ഈ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക്? എന്താണ് അതിന് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത കൊണ്ടാണ് നമ്മളിതിനെ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ഒരു ബട്ടർഫ്ലൈ ലൈക്ക് ഒരു പാറ്റേൺ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു 64 ബിറ്റ് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 സ്റ്റേജസ് ആണുള്ളത്. 64 ഇൻപുട്ട് ബട്ടർഫ്ലൈ നെറ്റ്വർക്കിൽ, ഇത് 64 ഇൻപുട്ട് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് അല്ല, ഇതൊരു സാമ്പിൾ ബട്ടർഫ്ലൈ നെറ്റ്വർക്കാണ്. ഇതിൽ 4 സ്റ്റേജസ് ഉള്ള ഒരു ബട്ടർഫ്ലൈ നെറ്റ്വർക്കാണ്. നമ്മൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് ആ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് വിത്ത് 64 ഇൻപുട്ട് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ അതിൽ 2 സ്റ്റേജസ് ആണ് ഉണ്ടാവുക. ബിക്കോസ് ഇവിടെ നമ്മൾ ടു ദ ബേസ് 2 അല്ല എടുക്കുന്നത്. ലൈക്ക് ഒമേഗയ്ക്കകത്ത് നമ്മൾ ലോഗ് ടു ദ ബേസ് 2 ആണ് എടുത്തിരുന്നത്. ഇവിടെ നമ്മൾ ലോഗ് ടു ദ ബേസ് 8 ആണ് എടുക്കുന്നത്. അപ്പോൾ ലോഗ് ടു ദ ബേസ് 8 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സ്ക്വയർ ആണ് 64. സോ ഓഫ് കോഴ്സ് അവിടെ നമുക്ക് 2 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ 2 സ്റ്റേജസ് ഓഫ് 8x8 ക്രോസ് ബാർ സ്വിച്ചസ് ഉള്ള ഒരു നെറ്റ്വർക്ക് ആയിരിക്കും 64 ബിറ്റ് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ പെർഫെക്റ്റ് ഷഫിൾ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു 8 വേ ഷഫിൾ ഫങ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേജ് 1നെയും സ്റ്റേജ് 0നെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു 8 വേ ഷഫിൾ ഫങ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയിരിക്കും നമ്മുടെ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്ന്. സോ ഇതാണ് നമ്മുടെ ഒരു 2 സ്റ്റേജ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ നെറ്റ്വർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റേജസ് ആണ്, 64 ഇൻപുട്ടാണ്. അപ്പോൾ മൊത്തം 2 സ്റ്റേജ്. ഇവിടെ 8 വേ ഷഫിൾ ഫങ്ഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തേക്കുന്നു നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ കണക്ഷൻ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈസ് ലൈക്ക് 0 is connected to 0, that is fine, and 63 connected to 63, അതും കുഴപ്പമില്ല. ബിക്കോസ് എല്ലാം 0യും എല്ലാം 1ഉം ആണെങ്കിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ 0 0 0 0 0 1നെ കണക്റ്റ് ചെയ്തിരിക്കുന്നത് 8ലേക്കാണ്. ഇപ്പോൾ അതിൻ്റെ നേരെ മിറർ ഇമേജ് എടുത്തിട്ട് ആണ് നമ്മൾ കണക്റ്റ് ചെയ്തിരിക്കുന്നത്. 0 സോ 1ൻ്റെ ബൈനറി ഈസ് 0 0 0 1, 8ൻ്റെ ബൈനറി ഈസ് 1 0 0 0. സോ ഇവിടെ ഏതിനെ കണക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു മിറർ ഇമേജിനെയാണ് കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ 8 വേ ഷഫിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് അതിനെ ഷിഫ്റ്റിംഗ് തന്നെയാണ്, ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും അവിടെ 8 ടൈംസ് ഷിഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ബിറ്റ് എടുക്കുമ്പോൾ വി ടുക്ക് ലൈക്ക് ദാറ്റ്. 8 ടൈംസ് ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ മിറർ ഇമേജ് കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാൻ 4 ബിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ഇവിടെ
നമുക്ക് എങ്ങനെയാണിത് കണക്റ്റഡ് ആയേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത കണക്ഷൻ വരുന്നത്. സോ ഇപ്പോൾ ഇവിടുത്തെ 7ഉം 56ഉം എടുക്കുകയാണെങ്കിൽ 7ൻ്റെ ബൈനറീസ് 111. സോ ഇവിടെ 3 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ 56ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 111000 എന്നാണ്. ദിസ് ഈസ് ഹൗ വി കണക്ട് അവർ ഇൻപുട്സ്. സോ നിങ്ങൾക്ക് തൽക്കാലം ഈ ഇൻപുട്ട് തമ്മിൽ കണക്ട് ചെയ്യാൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുക ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ അതിനേക്കാളും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനൊരു പെർഫെക്റ്റ് പാറ്റേൺ ഉണ്ട്. ആ പെർഫെക്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റേജസിൽ നിന്നും എല്ലാ സ്റ്റേജസിലേക്കും ഇൻ്റർ കണക്ഷൻസ് ഉണ്ട്. ആ ഒരു ഇൻ്റർ കണക്ഷൻസ് ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നേരത്തെ ഒമേഗ പോലെ തന്നെ ഒരു ഇൻ്റർ കണക്ഷൻ പാറ്റേൺ ഈസ് സിമിലർ ആണ്. നമുക്ക് 1ൽ നിന്ന് സെക്കൻഡ് സ്റ്റേജ് 1ൻ്റെ സെക്കൻഡ് സ്വിച്ച് ബോക്സിലേക്കാണ് കണക്ഷൻ. ലൈക്ക് ദാറ്റ് അങ്ങനെ എല്ലാ സ്വിച്ച് ബോക്സുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഹൗ നമ്മൾ ഇവിടെ കണക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാലും മതി. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് 0ൻ്റെ ഫസ്റ്റ് ബോക്സിൻ്റെ 8x8 സ്വിച്ചിൻ്റെ ക്രോസ് ബാർ സ്വിച്ചിൻ്റെ അകത്തെ ഫസ്റ്റ് ഔട്ട്പുട്ട് കണക്റ്റഡ് ടു സ്റ്റേജ് 1ൻ്റെ സെക്കൻഡ് 8 എന്ന് പറയുന്ന പോർട്ടിലേക്കായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. അടുത്തത് കണക്ട് ചെയ്യുന്നത് സ്റ്റേജ് 1ൻ്റെ മൂന്നാമത്തെ ബോക്സിൻ്റെ ആദ്യത്തേലേക്ക് ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ വി ഗോട്ട് എ ബട്ടർഫ്ലൈ ലൈക്ക് ഷേപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് വിളിക്കാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടലി 16 8x8 ക്രോസ് ബാർ സ്വിച്ചസ് ഉണ്ട്. 16 മീൻസ് ഇവിടെ 8 എണ്ണം ഉണ്ടാവും, ഇവിടെ 8 എണ്ണം ഉണ്ട്, ഇവിടെ 8 എണ്ണം ഉണ്ട്. അപ്പം മൊത്തം 16 ക്രോസ് ബാർ സ്വിച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ടോട്ടൽ 16 8x8 ക്രോസ് ബാർ സ്വിച്ചസ് വെച്ചിട്ടാണ് ഒരു 2 സ്റ്റേജ് 64x64 ബട്ടർഫ്ലൈ സ്വിച്ച് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നത് വിത്ത് 16 8x8 ക്രോസ് ബാർ സ്വിച്ചസ്. ഈ ക്രോസ് ബാർ സ്വിച്ച് എന്ന് പറയുന്നത് ഈ സാധനമാണ് കേട്ടോ ക്രോസ് ബാർ സ്വിച്ച്. ഈ ഓരോ പെട്ടിയുമാണ് ക്രോസ് ബാർ സ്വിച്ചുകൾ. ഇവിടെ ക്രോസ് ബാർ സ്വിച്ചുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്രോസ് ബാർ നെറ്റ്വർക്ക്സ് ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആ സെയിം ക്രോസ് ബാർ നെറ്റ്വർക്ക്സ് സ്വിച്ചസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ 8 ഇൻപുട്ടും 8 ഔട്ട്പുട്ടും ഉള്ള ക്രോസ് ബാർ സ്വിച്ചസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു 2 സ്റ്റേജ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ സ്വിച്ച് നെറ്റ്വർക്ക്. ഇനി നമുക്കിതിനെ 3 സ്റ്റേജ് നെറ്റ്വർക്ക് ആക്കാം. 3 സ്റ്റേജ് ബട്ടർഫ്ലൈ നെറ്റ്വർക്കിൻ്റെ അകത്ത് മൊത്തം 512 ഇൻപുട്ട് ഉണ്ടാകും, 512 ഔട്ട്പുട്ടും കാണും. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് 18x8 ക്രോസ് ബാർ സ്വിച്ചസ് തന്നെ വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം മീൻസ് ഔട്ട്പുട്ട് സൈഡിൽ 18x8 ക്രോസ് ബാർ സ്വിച്ചസ് ആണ്. ഇൻപുട്ട് സൈഡിൽ നമ്മൾ ശരിക്കും നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് 2-ലുണ്ടായിരുന്ന 64x64 ഒരു ബട്ടർഫ്ലൈ നെറ്റ്വർക്കിനെ എടുത്തിട്ട് ആ ബട്ടർഫ്ലൈ നെറ്റ്വർക്കിനെ ആണ് നമ്മളിതാ ഇവിടെ വച്ചിരിക്കുന്നത്. സോ ഇതിലൊരെണ്ണം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വലൻ്റ് ടു ദിസ്. ഈ ഒരു കംപ്ലീറ്റ് സാധനത്തിനെയാണ് നമ്മൾ ഇതാ ഇവിടെ വച്ചിരിക്കുന്നത്. ഈ ഒരു കംപ്ലീറ്റ് സാധനത്തെ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ 3 സ്റ്റേജ് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക്. ഇവിടെ മൊത്തം 16x8 കാരണം മൊത്തം ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു 16 8x8 സ്വിച്ചസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ 16 8x8 സ്വിച്ചസ് ആണ് ഈ കിടക്കുന്നത് ഇത്രയും. പ്ലസ് ഇവിടെ 8x8 ക്രോസ് ബാർ സ്വിച്ചസും ഉണ്ട്. ഇവിടെ 8x8 മൊത്തം 64 ക്രോസ് ബാർ സ്വിച്ചസും ഉണ്ട്. അങ്ങനെ മൊത്തം 192 ക്രോസ് ബാർ സ്വിച്ചസ് ഇവിടെ നമ്മൾ ഈ 3 സ്റ്റേജിൽ യൂസ്
ചെയ്യുന്നുണ്ട്. ഇവിടെയും ഇൻ്റർ കണക്ഷൻസ് പറയുന്നത് സെയിം തന്നെയാണ്. എല്ലാ ഇൻപുട്ടിൽ നിന്നും എല്ലാ ഔട്ട്പുട്ടിലേക്കും കണക്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ഏത് ക്രോസ് ബാറിൽ നിന്ന് വേണമെങ്കിലും ഏതിനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സച്ച് എ കൈൻഡ് ഓഫ് നെറ്റ്വർക്കാണ് ഇവിടുത്തെ കണക്ഷൻസ് എന്ന് പറയുന്നത്. എല്ലാത്തിലേക്കും ഒരു കണക്ഷൻ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ മെഷാണ്. സോ എനിക്കിപ്പോൾ ഈ ക്രോസ് ബാറിൽ നിന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ആക്സസ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഇവിടുത്തെ ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഐ ക്യാൻ കണക്ട് ടു അതേഴ്സ്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സോ ലാർജർ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോർ സ്റ്റേജസ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ ആദ്യം കണ്ടത് ഇതുപോലത്തെ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വലിയ വലിയ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് അത്രയ്ക്കുള്ള വലിയൊരു നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് അറിയണ്ട, നമുക്ക് അതിൻ്റെ ഒരു ഓവർവ്യൂ അറിഞ്ഞാൽ മതി. സോ നോ ബ്രോഡ്കാസ്റ്റ് കണക്ഷൻസ് ആർ അലൗഡ് ഇൻ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക്. സോ ഇതൊരു റെസ്ട്രിക്റ്റഡ് സബ് ക്ലാസ് ഓഫ് ഒമേഗ നെറ്റ്വർക്കാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ഒമേഗ നെറ്റ്വർക്കിൽ കൂടുതലും എറേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുന്നത്. ഈ ബ്രോഡ്കാസ്റ്റ് കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. അതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പ്രശ്നം, കോൺഫ്ലിക്റ്റ് പകുതി അങ്ങ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇതിൽ വരാവുന്നത്, അതായത് ഈ ബട്ടർഫ്ലൈ നെറ്റ്വർക്കിൽ ഉണ്ടാകാവുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ഹോട്ട്സ്പോട്ട് പ്രോബ്ലം. ഹോട്ട്സ്പോട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ട്രാഫിക് എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ്. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴെങ്ങനെയാണ് ഇതിൻ്റെ ട്രാഫിക് എന്നുള്ളത്. സോ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ നിൽക്കുവാണ്. അപ്പോൾ എല്ലാ റോഡുകളിലും നമുക്ക് തിരക്ക് അനുഭവപ്പെടണമെന്നില്ല. ഇപ്പോൾ സേ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ സേ യു ആർ ഗോയിങ് ടു എ ലുലു മോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് പോവുകയാണ് ആൻഡ് ദർ ഇസ് എ സെയിൽ ഗോയിങ് ഓൺ. അവിടെ ഒരു സെയിൽ ഉള്ളത് കൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് റഷ് ചെയ്യുവാണ്. സോ ആ ഒരു ലൈൻ ഇറ്റ് വിൽ ബി ഹോട്ട്സ്പോട്ട്. അങ്ങോട്ടേക്ക്, അതായത് ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്കുള്ള ട്രാഫിക് ഇസ് ഹൈ, അതുകൊണ്ട് ദാറ്റ് ഈസ് എ ഹോട്ട്സ്പോട്ട്. ലൈക്ക് ദാറ്റ് എ ഹോട്ട്സ്പോട്ട് മേ അപ്പിയർ corresponding to a certain memory module being exclusively accessed by many processors at the same time. അറ്റ് എ ടൈമിൽ കുറേ പ്രോസസ്സേഴ്സ് സെയിം മെമ്മറി മൊഡ്യൂളിനെ തന്നെ ഇങ്ങനെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഫ്രീ ആണ്, അതിലൊന്നും ആരും പോകുന്നില്ല, ഇതിൽ തന്നെ ഇങ്ങനെ ട്രാഫിക് കൂടുതലാണ്. സച്ച് എ കൈൻഡ് ഓഫ് പ്രോബ്ലം ക്യാൻ അറൈസ് ഇൻ എ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക്. ഒരു ഹോട്ട്സ്പോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് കുറയാണ്. ഇപ്പോൾ അവിടെ ഒരു സെയിൽ ഗോയിങ് ചെയ്യുകയാണെങ്കിൽ ഷുവർലി അവിടെ ട്രാഫിക് കൂടും. ട്രാഫിക് കൂടുമ്പോൾ കൺജഷൻ വരും, നമുക്ക് അതുവഴി ബാക്കിയുള്ള ആൾക്കാർക്കും കടന്നു പോകാൻ പറ്റാതെ വരും. ദാറ്റ് ഡീഗ്രേഡ്സ് ദി പെർഫോമൻസ്. സെയിം തിങ് ഹാപ്പൻസ് ഹിയർ. സോ ഹോട്ട്സ്പോട്ട് പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഡീഗ്രേഡ് ആകും. സോ അത് ഒഴിവാക്കാനായിട്ട് ദേ ഹാവ് എ മെത്തേഡ് കോൾഡ് a fetch and add method, an atomic read modify write primitive reader modify writing ചെയ്യുന്ന ഒരു മെത്തേഡാണത്. അത് യൂസ് ചെയ്തിട്ട് വി ക്യാൻ പാരലൽ മെമ്മറി അപ്ഡേറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും യൂസിങ് കമ്പൈനിങ് നെറ്റ്വർക്ക്സ്. അപ്പോൾ നമുക്ക് അടുത്തത് അറിയേണ്ടത് ഈ ഫെച്ച് ആൻഡ് ആഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫെച്ച് ആൻഡ് ആഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ്. എക്സ് എന്ന് പറയുന്നത് ഫെച്ച് ആൻഡ് ആഡ് എക്സ് കോമ ഇ, എക്സും ഇയും അതിൻ്റെ രണ്ട് പാരാമീറ്റേഴ്സാണ്. സോ എക്സ് എന്ന് പറയുന്നത് ഒരു ഷെയർഡ് മെമ്മറിയാണ്, ഇ ഈസ് ആൻ ഇൻറ്റിജർ. സോ നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്, എക്സിലേക്ക് ഇനെ ആഡ് ചെയ്യണം. സോ എക്സ് ഷെയർഡ് മെമ്മറിയാണ്, അതിന് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. ചുമ്മാ അതിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. അതിനെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ആ മാറ്റം ഈസ് ആപ്ലിക്കബിൾ. സോ നമ്മൾ എക്സിൻ്റെ കൂടെ ഇ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഇ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് മെമ്മറിയിൽ ആഡ് ആവണം. അതർവൈസ് ഇപ്പോൾ ആ ഷെയർഡ് മെമ്മറി പലരുടെയും കയ്യിലുള്ളതാണ്, അപ്പോൾ എല്ലാവർക്കും കൺസിസ്റ്റൻറ്റ് കോപ്പി കിട്ടണം. സോ മെമ്മറി ഷുഡ് ബി അപ്ഡേറ്റഡ് ആസ് സച്ച്. നമ്മൾ എക്സിൻ്റെ കൂടെ ഇ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈൻ ആസ് ലോങ് ആസ് എക്സ് പ്ലസ് ഇ ഈസ് അപ്ഡേറ്റഡ് എവ്രിവെയർ. സോ ഒരു സിംഗിൾ പ്രോസസ്സർ ഈ ഒരു ഫെച്ച് ആൻഡ് ആഡ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നടക്കുന്നത് ഇതാണ്. ദാറ്റ് ഈസ് ഒരു ടെമ്പററി വേരിയബിളിലേക്ക് നമ്മൾ എക്സിനെ എടുത്ത് വയ്ക്കുന്നു. ഇവിടെ പ്ലസ് ആണ്, സോറി ഫോർ ദാറ്റ്. സോ എക്സ് ഈസ് ടെം പ്ലസ് ഇ ചെയ്തിട്ട് എക്സിലേക്ക് എടുത്ത് വയ്ക്കുന്നു. നമ്മൾ ടെമ്പിനെ
റിട്ടേൺ ചെയ്യുന്നു. എക്സിനെ അല്ല, ടെമ്പിനെ റിട്ടേൺ ചെയ്യുന്നു. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ എൻ പ്രോസസ്സേഴ്സ് നമ്മുടെ ഫെച്ച് ആൻഡ് ആഡ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, സെയിം മെമ്മറി വേർഡിൽ സൈമൾട്ടേനിയസ്ലി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഈ അപ്ഡേഷൻസ്, മെമ്മറി ഈസ് അപ്ഡേറ്റഡ് ഓൺലി വൺസ്, ഒറ്റ തവണ മാത്രമേ മെമ്മറി അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. ഫോളോയിങ് എ സീരിയലൈസേഷൻ പ്രിൻസിപ്പിൾ. സോ ഒറ്റ തവണ, അതായത് ഇപ്പോൾ എക്സിലേക്ക് E1 ആഡ് ചെയ്യാൻ നോക്കുന്നു, E2 ആഡ് ചെയ്യാൻ നോക്കുന്നു, E3 ആഡ് ചെയ്യാൻ നോക്കുന്നു, അങ്ങനെ എത്ര എണ്ണത്തിന് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യുന്നതെല്ലാം കൂടെ കൂടിയിട്ട് ഒറ്റ ഓപ്പറേഷനായി ഒരു തവണയേ ചെയ്യത്തുള്ളൂ. സോ ഒരു സീരിയലൈസേഷൻ, അത് മെത്തേഡ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു അഡീഷൻ പ്രോസസ്സ് ഒറ്റ തവണയേ ചെയ്യുള്ളൂ. പക്ഷേ മെമ്മറി അപ്ഡേറ്റഡ് ഓൺലി വൺസ്, ഒരു സീരിയലൈസേഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണത് ചെയ്യുന്നത്. സോ സം ഓഫ് n increments E1 plus E2 plus etc. up to En is produced in arbitrary serialization of n request. സോ ശരിക്കും അവരെല്ലാവരും ഇങ്ങനെ സീരിയലായിട്ടാണ് ഒന്ന് കഴിഞ്ഞ് അടുത്തത്, ഒന്ന് കഴിഞ്ഞ് അടുത്തത്, ഒന്ന് കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞാണ് വരുന്നത്. പക്ഷേ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ തവണയേ ചെയ്യുള്ളൂ. അപ്പോൾ സമ്മ് നമ്മുടെ മെമ്മറി വേർഡിലേക്ക് ഒരു തവണ എല്ലാം കൂടി എടുത്തിട്ട് ആഡ് ചെയ്യുന്നത് മാത്രമേ ചെയ്യുള്ളൂ. എൻ റിക്വസ്റ്റ് ഒരുമിച്ച് വന്നാലും അറ്റ് എ ടൈമിൽ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഒരു റിക്വസ്റ്റാക്കി മാറ്റി ഒരെണ്ണമേ ചെയ്യുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫെച്ച് ആൻഡ് ആഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഈ n റിക്വസ്റ്റുകൾ ഇങ്ങോട്ട് വന്നിരുന്നു. ആ n റിക്വസ്റ്റിനും നമ്മൾ എല്ലാത്തിനും ഒരു യുണീക്കായിട്ടുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതിൻ്റെ ആ സീരിയലൈസേഷൻ ഓർഡർ നോക്കിയിട്ട് എല്ലാവർക്കും കൃത്യമായിട്ട് യുണീക്കായിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഓപ്പറേഷനാക്കി ഒരുമിച്ച് ഇവരെ കാര്യം, നമുക്ക് റിക്വസ്റ്റ് വരുമ്പോൾ എക്സ് പ്ലസ് E1 ചെയ്യാൻ പറയുന്നു, എക്സ് പ്ലസ് E2 ചെയ്യാൻ പറയുന്നു, എക്സ് പ്ലസ് E3 ചെയ്യാൻ പറയുന്നു, അങ്ങനെ 4-5 റിക്വസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചാക്കി എക്സ് പ്ലസ് E2, എക്സ് പ്ലസ് E3 ഇങ്ങനെ 3 റിക്വസ്റ്റ് ആണെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും കൂടി എക്സ് പ്ലസ് E1 പ്ലസ് E2 പ്ലസ് E3 എന്ന് പറഞ്ഞ് എല്ലാവർക്കും എല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ഒറ്റ ഓപ്പറേഷനാക്കി അതിനെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഇവർക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ പറയുന്ന ഒരാളുണ്ടാവും. സേ P1 ഇത് ചെയ്യാൻ പറഞ്ഞു, P2 ഇത് ചെയ്യാൻ പറഞ്ഞു, P3 ഇത് ചെയ്യാൻ പറഞ്ഞു. ഇവർക്ക് 3 പേർക്കും റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടുന്നു എന്നുള്ളത് വിൽ ബി ഡിഫറെൻറ്റ്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ അതെങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ സേ നമ്മുടെ കയ്യിൽ 2 ഓപ്പറേഷൻസ് ഉണ്ട്. P1ൻ്റെ അകത്ത് നമുക്ക് ചെയ്യേണ്ടത് എക്സ് E1 ചെയ്യണം. സോ ആൻസർ 1ലേക്ക് എക്സ് E1 എന്നുള്ള ആൻസർ എടുത്തു വയ്ക്കാൻ പറയുന്നു. P2 ചെയ്തിട്ട് ഫെച്ച് ആഡ് ചെയ്തിട്ട് എക്സ് E2 ചെയ്യാൻ പറയുന്നു. ഫെച്ച് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഷെയർഡ് മെമ്മറീനെ ഫെച്ച് ചെയ്തിട്ട് എക്സിലേക്ക് E1നെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ E2നെ ആഡ് ചെയ്യണം, എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് P1ഉം P2 മറ്റേ ടൈമിൽ ഒരുമിച്ച് ചെയ്യുകയാണ് വിത്ത് എ ഷെയർഡ് വേരിയബിൾ എക്സ് ആണ് എങ്കിൽ, ഇപ്പോൾ P1 ആണ് ആദ്യം ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആൻസർ 1ൽ എക്സ് എന്ന് കിട്ടും, ആൻസർ 2ൽ എക്സ് പ്ലസ് E1 എന്ന് കിട്ടും. ഇനിയിപ്പോൾ നേരെ തിരിച്ച് P2 ആണ് ആദ്യം ചെയ്യുന്നത്, P1 രണ്ടാമതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആൻസർ 1ൽ എക്സ് പ്ലസ് E2 കിട്ടും, ആൻസർ 2ൽ എക്സ് കിട്ടും. ഇതെങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. സോ ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 2 ആണെങ്കിൽ പോലും ഇതിലെങ്ങനെ ചെയ്താലും മെമ്മറിക്കകത്ത്, അതായത് ആ ഷെയർഡ് വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് E1 പ്ലസ് E2 എന്നായിരിക്കും. സോ ഇതെങ്ങനെ വന്നു എന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ 2 റിക്വസ്റ്റ് ഫ്രം P1 ആൻഡ് P2 ഒരു സ്വിച്ചിലേക്കാണ് വരുന്നത്. സോ ഈ സ്വിച്ച് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഇവിടുത്തെ ഭൂരിഭാഗം
പണികളെല്ലാം ചെയ്യുന്നത്. ഈ സ്വിച്ചിന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ സ്വിച്ചാണ് ഈ റിക്വസ്റ്റിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഫെച്ച് ആൻഡ് ആഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഫുള്ളി ഒരുമിച്ചാക്കി അയച്ചു കൊടുക്കുന്നയാൾ. സോ ഇവിടേക്ക് 2 റിക്വസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ സ്വിച്ച് എന്ത് ചെയ്തു? ഈ സ്വിച്ച് ഈ 2 റിക്വസ്റ്റിനെയും കൂടി ഒരുമിച്ചാക്കി എക്സ് E1 + E2 എന്നാക്കി മെയിൻ മെമ്മറിക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ E1നെ അത് ബഫർ ചെയ്ത് വയ്ക്കുകയും ചെയ്തു. ബിക്കോസ് E1നെ അത് ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് E1നെ എടുത്തു വെച്ചു. ഇനി ഇത് മെയിൻ മെമ്മറിയിൽ എത്തിക്കഴിയുമ്പോൾ മെയിൻ മെമ്മറിയിൽ വെച്ച് ഈ എക്സ് + E1 + E2 അത് ഒറ്റ ഓപ്പറേഷനായി ഒരുമിച്ച് ചെയ്യുന്നു. ആ എക്സിനെ നമ്മൾ തിരിച്ച് അയക്കുകയും ചെയ്യുന്നു. സോ സ്വിച്ച് ബോക്സിൽ എത്തിക്കഴിയുമ്പോൾ P1 ആണ് ആദ്യം തുടങ്ങിയത്. സോ P1 ഫെച്ച് ചെയ്യാനേ പറഞ്ഞതായിട്ടുള്ളൂ. സോ P1ന് ആ ഫെച്ച് ചെയ്ത് എക്സിനെ മാത്രം തിരിച്ചു കൊടുക്കും. P2 ചോദിക്കുന്നതിന് ഈ എക്സിൻ്റെ കൂടെ E1നെ ആണ് ആഡ് ചെയ്തു. P1ൻ്റെ എക്സ് + E1 മാത്രമേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ എന്ന രീതിക്ക്, ഇപ്പോൾ എക്സ് + E1 മാത്രമേ ചെയ്ത് തീർന്നിട്ടുള്ളൂ എന്ന രീതിക്ക് P2ലേക്ക് നമ്മൾ എക്സ് + E1 മാത്രം P2ന് കിട്ടുന്നു. സോ ഇവിടെ സംഭവിക്കുന്നത് P1ന് ഫസ്റ്റ് സൈക്കിളിൽ വി ഗോട്ട് ബാക്ക് ഫെച്ചിൻ്റെ റിസൾട്ട് എക്സ് കിട്ടി. അടുത്ത സൈക്കിളിൽ എക്സ് + E1 എന്ന് പറയുന്നത് ചെയ്ത് P2ന് കിട്ടി. സിൻസ് P1 ആണ് ആദ്യത്തെ ഓപ്പറേഷൻ എന്ന രീതിക്ക് ഇപ്പോൾ P2 ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ച് എക്സ് + E2 എന്ന് പറയുന്ന P1നും P2ന് എക്സും കിട്ടിയേനെ. പക്ഷേ നോക്കുകയാണെങ്കിൽ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഈസ് മെയിൻ മെമ്മറി അപ്ഡേറ്റഡ് ആണ്. മെയിൻ മെമ്മറിക്കകത്ത് കൃത്യമായിട്ടുള്ള വാല്യൂ ഉണ്ട്. മെയിൻ മെമ്മറിയിൽ എക്സ് + E1 + E2 എന്ന് പറയുന്ന വാല്യൂ ഈസ് അപ്ഡേറ്റഡ്. സോ മെയിൻ മെമ്മറി കൺസിസ്റ്റൻ്റ് ആണ്. നമ്മുടെ പ്രോസസ്സേഴ്സിന് കിട്ടുന്നത് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ പോലും മെയിൻ മെമ്മറി കൺസിസ്റ്റൻ്റ് ആണ്. സോ ഇത് ആണ് നമ്മുടെ ഈ ഒരു കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ അകത്തെ 2 ഫെച്ച് ആൻഡ് ആഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ നെറ്റ്വർക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബട്ടർഫ്ലൈ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ ഒരു ഓവറോൾ ഒരു കമ്പൈനിങ് നെറ്റ്വർക്കിന് വരാവുന്ന 2 ഇഷ്യൂസാണ് ഹോട്ട്സ്പോട്ട് പ്രോബ്ലവും ഫെച്ച് ആൻഡ് ആഡ്. ഇത് ബട്ടർഫ്ലൈ നെറ്റ്വർക്കിനും വരാം, ബാക്കിയുള്ളതിനൊക്കെ വരാവുന്നതാണ്. ഫെച്ച് ആൻഡ് ആഡും ഈ ഹോട്ട്സ്പോട്ട് പ്രോബ്ലം അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നു ഫെച്ച് ആൻഡ് ആഡ്. അപ്പോൾ അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് ഇത്രയും നേരം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു 2 പ്രോസസ്സേഴ്സ് അറ്റ് എ ടൈം വരികയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഷെയർഡ് മെമ്മറി ഈസ് ഓൾവേസ് ആക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ മെയിൻ മെമ്മറിയിലെ ആ ഒരു അപ്ഡേഷൻ ഓപ്പറേഷൻ ഒരു കമ്പൈൻ ചെയ്തിട്ട് നമ്മളതിനെ അറ്റ് എ ടൈം ഒറ്റ ഓപ്പറേഷനാക്കി സിംഗിൾ ഓപ്പറേഷനാക്കി ചെയ്യുന്നു. ബാക്കിയുള്ളവരൊക്കെ സീരിയലി ചെയ്യുന്ന പോലെ സീരിയലൈസേഷൻ പോലെയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. മെമ്മറി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ only once ആണ് മെമ്മറി അപ്ഡേഷൻ നടക്കുന്നത്. ഫോളോയിങ് എ സീരിയലൈസേഷൻ പ്രോസസ്സ് വഴിയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇത് ഇൻ ജനറൽ കമ്പൈനിങ് നെറ്റ്വർക്ക്സിന് എല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. So what are the applications and drawbacks of this kind of a network? So fetch and add primitive യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീക്വൻഷ്യലി അലോക്കേറ്റ് ക്യൂ ചെയ്യാനും പാരലലി ചെയ്യാനായിട്ട് സീക്വൻഷ്യലി അലോക്കേറ്റഡ് ക്യൂ സ്ട്രക്ചേഴ്സിൻ്റെ ഇൻ പാരലായിട്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഫോക്കിംഗ് ഔട്ട് പാരലൽ പ്രോസസ് വിത്ത് ഐഡൻറ്റിക്കൽ കോഡ്സ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോഡ്സ് അറ്റ് എ ടൈമിൽ നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് ഫോർക്ക് ഔട്ട് ചെയ്യണം. സെയിം സാധനം വീണ്ടും അതിൻ്റെ പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇറ്റ് ഇൻക്രീസസ് ഇതിൻ്റെ അകത്ത് ഒരു ഫെച്ച് ആൻഡ് ആഡ് ഓപ്പറേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ നെറ്റ്വർക്ക് കോസ്റ്റ് ഉണ്ടാവും. പിന്നെ അഡീഷണൽ സ്വിച്ച് സൈക്കിൾസ് വേണ്ടി വരും എൻ്റയർ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിന് ഡിലേ കൂടാനുള്ളൊരു ചാൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ലാർജർ നെറ്റ്വർക്കിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു ഫാസ്റ്റർ ആൻഡ് ചീപ്പർ ആയിട്ടുള്ളൊരു സ്വിച്ചിങ് ടെക്നോളജി ഉണ്ട് എങ്കിൽ ദിസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. അതിൻ്റെ അകത്ത് സ്വിച്ച് ബോക്സ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആൻഡ് ചീപ്പർ ആയിട്ടുള്ള സ്വിച്ച് ബോക്സ് ഉണ്ട് എങ്കിൽ വി ക്യാൻ
ആക്ച്വലി മേക്ക് ഇറ്റ് പോസിബിൾ. അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. സോ മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്സ് ഇൻ റിയൽ ടൈം സിസ്റ്റംസ്, ഇതൊക്കെയാണ് നമ്മുടെ മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്സ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൈ സ്പീഡ് ഒമേഗ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് IBMൻ്റെ RP3. പിന്നെ കെഡാർ മൾട്ടി പ്രോസസ്സർ ആൻഡ് അൾട്രാ കമ്പ്യൂട്ടേഴ്സ് ദ യൂസ് മൾട്ടി സ്റ്റേജ് ഒമേഗ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറാണ് BBN ബട്ടർഫ്ലൈ പ്രൊസസ്സർ. TC2000 എന്ന് പറയുക അതിന്. പിന്നെ ക്രേ YMP മൾട്ടി പ്രൊസസ്സർ, അതിൻ്റെ അകത്ത് ക്രോസ് ബാർ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് ആൻഡ് നമ്മുടെ മൾട്ടി സ്റ്റേജ് ആൻഡ് കമ്പൈനിങ് നെറ്റ്വർക്ക് ഇൻ എ ഹോൾ. സോ താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഫോർ ടുഡേ. ഇപ്പോൾ X+E1 മാത്രമേ ചെയ്ത് തീർന്നിട്ടുള്ളൂ എന്ന രീതിക്ക് P2ലേക്ക് നമ്മൾ X+E1 മാത്രം P2ന് കിട്ടുന്നു. സോ ഇവിടെ സംഭവിക്കുന്നത് P1ന് ഫസ്റ്റ് സൈക്കിളിൽ വി ഗോട്ട് ബാക്ക് ഫെച്ചിൻ്റെ റിസൾട്ട് X കിട്ടി. അടുത്ത സൈക്കിളിൽ X+E1 എന്ന് പറയുന്നത് ചെയ്ത് P2ന് കിട്ടി. ഡിസൈൻസ് P1 ആണ് ആദ്യത്തെ ഓപ്പറേഷൻ എന്ന രീതിക്ക്. ഇപ്പോൾ P2 ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ച് X+E2 എന്ന് പറയുന്ന P1നും P2ന് Xും കിട്ടിയേനെ. പക്ഷേ നോക്കുകയാണെങ്കിൽ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഈസ് മെയിൻ മെമ്മറി അപ്ഡേറ്റഡ് ആണ്. മെയിൻ മെമ്മറിക്കകത്ത് കൃത്യമായിട്ടുള്ള വാല്യൂ ഉണ്ട്. മെയിൻ മെമ്മറിയിൽ X+E1+E2 എന്ന് പറയുന്ന വാല്യൂ ഈസ് അപ്ഡേറ്റഡ്. സോ മെയിൻ മെമ്മറി കൺസിസ്റ്റൻ്റ് ആണ്. നമ്മുടെ പ്രോസസ്സേഴ്സിന് കിട്ടുന്നത് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ പോലും മെയിൻ മെമ്മറി കൺസിസ്റ്റൻ്റ് ആണ്. സോ ഇത് ആണ് നമ്മുടെ ഈ ഒരു കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ അകത്തെ ടു ഫെച്ച് ആൻഡ് ആഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ നെറ്റ്വർക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബട്ടർഫ്ലൈ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ ഒരു ഓവറോൾ ഒരു കമ്പൈനിങ് നെറ്റ്വർക്കിന് വരാവുന്ന രണ്ട് ഇഷ്യൂസാണ് ഹോട്ട്സ്പോട്ട് പ്രോബ്ലവും ഫെച്ച് ആൻഡ് ആഡ്. ഇത് ബട്ടർഫ്ലൈ നെറ്റ്വർക്കിന് വരാം, ബാക്കിയുള്ളതിനൊക്കെ വരാവുന്നതാണ്. ഫെച്ച് ആൻഡ് ആഡും ഈ ഹോട്ട്സ്പോട്ട് പ്രോബ്ലം അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നു ഫെച്ച് ആൻഡ് ആഡ്. അപ്പോൾ അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് ഇത്രയും നേരം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രണ്ട് പ്രോസസ്സേഴ്സ് അറ്റ് എ ടൈം വരികയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഷെയർഡ് മെമ്മറി ഈസ് ഓൾവേസ് ആക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ മെയിൻ മെമ്മറിയിലെ ആ ഒരു അപ്ഡേഷൻ ഓപ്പറേഷൻ ഒരു കമ്പൈൻ ചെയ്തിട്ട് നമ്മളതിനെ അറ്റ് എ ടൈം ഒറ്റ ഓപ്പറേഷനാക്കി സിംഗിൾ ഓപ്പറേഷനാക്കി ചെയ്യുന്നു. ബാക്കിയുള്ളവരൊക്കെ സീരിയലി ചെയ്യുന്ന പോലെ സീരിയലൈസേഷൻ പോലെയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. മെമ്മറി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ only once ആണ് മെമ്മറി അപ്ഡേഷൻ നടക്കുന്നത്. ഫോളോയിങ് എ സീരിയലൈസേഷൻ പ്രോസസ്സ് വഴിയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇത് ഇൻ ജനറൽ കമ്പൈനിങ് നെറ്റ്വർക്ക്സിന് എല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. So what are the applications and drawbacks of this kind of a network? So fetch and add primitive യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീക്വൻഷ്യലി അലോക്കേറ്റ് ക്യൂ ചെയ്യാനും പാരലലി ചെയ്യാനായിട്ട് സീക്വൻഷ്യലി അലോക്കേറ്റഡ് ക്യൂ സ്ട്രക്ചേഴ്സിൻ്റെ ഇൻ പാരലായിട്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഫോക്കിംഗ് ഔട്ട് പാരലൽ പ്രോസസ് വിത്ത് ഐഡൻറ്റിക്കൽ കോഡ്സ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോഡ്സ് അറ്റ് എ ടൈമിൽ നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് ഫോർക്ക് ഔട്ട് ചെയ്യണം. സെയിം സാധനം വീണ്ടും വീണ്ടും അതിൻ്റെ പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇറ്റ് ഇൻക്രീസസ് ഇതിൻ്റെ അകത്ത് ഒരു ഫെച്ച് ആൻഡ് ആഡ് ഓപ്പറേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ നെറ്റ്വർക്ക് കോസ്റ്റ് ഉണ്ടാവും. പിന്നെ അഡീഷണൽ സ്വിച്ച് സൈക്കിൾസ് വേണ്ടി വരും എൻ്റയർ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിന് ഡിലേ കൂടാനുള്ളൊരു ചാൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ലാർജർ നെറ്റ്വർക്കിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു ഫാസ്റ്റർ ആൻഡ് ചീപ്പർ ആയിട്ടുള്ളൊരു സ്വിച്ചിങ് ടെക്നോളജി ഉണ്ട് എങ്കിൽ ദിസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. അതിൻ്റെ അകത്ത് സ്വിച്ച് ബോക്സ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആൻഡ് ചീപ്പർ ആയിട്ടുള്ള സ്വിച്ച് ബോക്സ് ഉണ്ട് എങ്കിൽ വി ക്യാൻ ആക്ച്വലി മേക്ക് ഇറ്റ് പോസിബിൾ. അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്.
സോ മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്സ് ഇൻ റിയൽ ടൈം സിസ്റ്റംസ്, ഇതൊക്കെയാണ് നമ്മുടെ മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്സ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൈ സ്പീഡ് ഒമേഗ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് IBMൻ്റെ RP3. പിന്നെ കെഡാർ മൾട്ടി പ്രോസസ്സർ ആൻഡ് അൾട്രാ കമ്പ്യൂട്ടേഴ്സ് ദ യൂസ് മൾട്ടി സ്റ്റേജ് ഒമേഗ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറാണ് BBN ബട്ടർഫ്ലൈ പ്രോസസ്സർ. TC2000 എന്ന് പറയുക അതിന്. പിന്നെ Cray YMP മൾട്ടി പ്രോസസ്സർ, അതിൻ്റെ അകത്ത് ക്രോസ് ബാർ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് ആൻഡ് നമ്മുടെ മൾട്ടി സ്റ്റേജ് ആൻഡ് കമ്പൈനിങ് നെറ്റ്വർക്ക് ഇൻ എ ഹോൾ. സോ താങ്ക് യു സോ മച്ച്. That's for today.